നമ്മൾ 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലെ ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ എന്ന ഭാഗത്തിലെ ഒരു ഭാഗം നമ്മൾ ചിത്രങ്ങൾ വരച്ചിട്ട് പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗങ്ങളിൽ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? വരച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചിത്രത്തിൻ്റെ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ ഫോട്ടോ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് വരച്ച് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു അളവിൽ ഞാനിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുന്നുണ്ട്. ഒരു 5 സെൻറ്റിമീറ്ററിൽ വര വരച്ചു. ഇനി ഈ ലൈനിൽ 5 സെൻറ്റിമീറ്റർ സർക്കിൾ ആക്കി എടുത്തിട്ട് ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് ഒരു സർക്കിൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ശേഷം ഇതേ പോയിന്റ് ഇപ്പോൾ ഇവിടെ കുത്തിയിട്ട് നമ്മൾ സർക്കിൾ വരച്ചത് അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഈ പോയിന്റ് സെൻറ്റർ ആക്കിയിട്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുക. ഇനി ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെ എത്ര തന്നെയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും അതേപോലെ മാർക്ക് ചെയ്യുക. ഇനി ഈ ഭാഗം സെൻറ്റർ ആക്കിക്കൊണ്ട് മറ്റൊരു സർക്കിള് വരയ്ക്കുക. അപ്പം നമുക്ക് 3 സർക്കിളുകൾ കിട്ടി. ഇനി ഈ സർക്കിളിൽ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ മറ്റൊരു പോയിന്റ്, ഇവിടെയും ഒരു പോയിന്റ്. ഇനി ഈ പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഇതിലെ ഈ ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. പെൻസിൽ എടുത്തിട്ട് ഇവിടുന്ന് ഈ 2 ഭാഗത്തേക്കും ഇവിടെ ഒരു ഭാഗം, അതുപോലെ ഇവിടെയും മാർക്ക് ചെയ്യുക. ഒരു ട്രയാങ്കിൾ കിട്ടി. മേലത്തൊരു ട്രയാങ്കിൾ കിട്ടി. അതുപോലെ ഇവിടെയും യോജിപ്പിക്കുക. അതുപോലെ ഈ ഭാഗം, ഈ 2 ട്രയാങ്കിൾ കിട്ടി. അതുപോലെ താഴെയും എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെൻറ്റർ ഭാഗമുണ്ട്. ഈ 2 പോയിന്റും ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഈ സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇവിടേക്കും ഇവിടേക്കും ചിത്രത്തിൽ കാണുന്ന പോലെ മേലെ 2 ട്രയാങ്കിള് ഒപ്പം താഴെ 2 ട്രയാങ്കിൾ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടി. ഞാൻ എന്ത് ചെയ്യാം? ചിത്രം സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക? ഈ 3 ട്രയാങ്കിളിനും ഓരോ കളർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല വലുതാക്കി വരച്ചിരിക്കുന്നത്. 5 സെൻറ്റിമീറ്റർ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സെൻറ്റിമീറ്ററിലോ 3 സെൻറ്റിമീറ്ററിലോ വരച്ചു കഴിഞ്ഞാൽ ചെറിയ ചിത്രം തന്നെയാണ് കിട്ടുക. രണ്ടാമത്തെ ചിത്രം വരയ്ക്കാൻ മുകളിൽ ഒരു ട്രയാങ്കിള്, താഴെ 2 ട്രയാങ്കിളാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യ ചിത്രം വരച്ചപ്പോൾ 3 സർക്കിൾസ് വരച്ചു. അതുപോലെ ഞാൻ അതേപോലെ എന്ത് ചെയ്യണം? വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. ഇനി ഇതിൽ ഒരു പോയിന്റ് സർക്കിൾ ആക്കിക്കൊണ്ട് ഇതേ അളവിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സർക്കിള് വരയ്ക്കുകയാണ്. ഇതിലെ ഈ ഒരു പോയിന്റ് സർക്കിൾ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. സർക്കിൾ വരച്ചു. അതുപോലെ ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇതേ അളവിൽ മറ്റൊരു സർക്കിൾ വരയ്ക്കുക. നേരത്തെ വരച്ച അതുപോലെ തന്നെയാണ് വരച്ചു. ഇനി ഇതേ അളവ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നുണ്ടാവുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്ററിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് മറ്റൊരു സർക്കിളും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. വരയ്ക്കുക. 3 സർക്കിള് കിട്ടി. ഇനി ചിത്രത്തിൽ കാണുന്ന പോലെ മുകളിലെ ഒരു ട്രയാങ്കിള്, താഴെ 2 ട്രയാങ്കിള്. അപ്പം അതിനായിട്ട് ഈ പോയിന്റും കൺസിഡർ ചെയ്യുക. അതുപോലെ ഈ പോയിന്റും എടുക്കുക. ഇനി
ആദ്യം ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിയോജിപ്പിക്കുക. ഇവിടുന്ന് ഈ സർക്കിളിന്റെ സെന്റർ ഭാഗത്തേക്ക്. മേലത്തെ ട്രയാങ്കിൾ കിട്ടി. ഇനി താഴത്തെ ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക, ഒപ്പം ഇങ്ങോട്ടും. ഇനി ഈ ട്രയാങ്കിൾ കിട്ടാൻ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക്, ഈ പോയിന്റിലേക്ക്. ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടി വരയ്ക്കുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ 3 ട്രയാങ്കിൾസ് ഉള്ള രൂപം നമുക്ക് കിട്ടി. എന്ത് ചെയ്യുക? വരച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭാഗമൊക്കെ എന്ത് ചെയ്ത് കളയാം? മായ്ച്ച് കളയാം. നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 2 ചിത്രങ്ങൾ ഒപ്പം തന്നെ വരച്ച് നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.